ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള PSC, LDC, LGS തുടങ്ങിയ എല്ലാവിധമായിട്ടുള്ള പരീക്ഷയ്ക്കും ഫിസിക്സിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായിട്ടുള്ള പ്രകാശ പ്രതിഭാസങ്ങളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ പ്രതിഫലനം അഥവാ റിഫ്ലക്ഷൻ. പ്രതിഫലനം അറിയപ്പെടുന്ന മറ്റൊരു പേര് പ്രതിപതനം എന്നാണ്. ഒരു പ്രതലത്തിൽ പതിക്കുന്ന കിരണങ്ങൾ ആണ് പതന കിരണങ്ങൾ അഥവാ ഇൻസിഡൻ്റ് റേ. ഒരു പ്രതലത്തിൽ നിന്നും തിരിച്ചു വരുന്ന കിരണങ്ങൾ പ്രതിപതന കിരണങ്ങൾ അഥവാ റിഫ്ലക്റ്റഡ് റേ എന്നാണ് വിളിക്കുന്നത്. വസ്തുക്കളുടെ പ്രതലത്തിൽ തട്ടി പ്രകാശം അതേ മാധ്യമത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്ന പ്രതിഭാസമാണ് പ്രതിപതനം എന്നറിയപ്പെടുന്നത്. ഉദാഹരണം നോക്കിയാൽ, സിനിമാ ഹാളിലെ സിനിമ പ്രദർശനത്തിന് സഹായിക്കുന്നു. പതനരശ്മിയും പ്രതിപതന രശ്മിയും പതന ബിന്ദുവിലേക്ക് പ്രതിപതന തലത്തിലേക്ക് വരയ്ക്കുന്ന ലംബവും ഒരേ തലത്തിൽ ആയിരിക്കും. ഒരു സുതാര്യ മാധ്യമത്തിൽ സ്ഥിതി ചെയ്യുന്ന വസ്തുവിൽ നിന്നും പ്രതിപതിച്ചെത്തുന്നത് രശ്മികൾ നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ് ആ വസ്തു നമുക്ക് ദൃശ്യമാകുന്നത്. മിനുസമുള്ള വസ്തുക്കളിൽ പ്രകാശം ക്രമമായിട്ട് പ്രതിപതിക്കുന്ന പ്രതിഭാസം അറിയപ്പെടുന്നത് ക്രമ പ്രതിപതനം അഥവാ റെഗുലർ റിഫ്ലക്ഷൻ എന്നാണ്. ഉദാഹരണം നോക്കിയാൽ, കണ്ണാടി, സ്റ്റീൽ പാത്രം, മിനുസമുള്ള ടൈലൊക്കെയാണ്. മിനുസമുള്ള പ്രതലത്തിൽ തട്ടി പ്രകാശം പ്രതിപതിക്കുമ്പോൾ പതനകോണും പ്രതിപതന കോണും തുല്യമായിരിക്കും. മിനുസമല്ലാത്ത പ്രതലത്തിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമരഹിതമായിട്ട് പ്രതിപതിക്കുന്ന പ്രതിഭാസമാണ് വിസരിത പ്രതിപതനം, ഡിഫ്യൂസ് റിഫ്ലക്ഷൻ. അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളിൽ സൂര്യപ്രകാശത്തിന് സംഭവിക്കുന്ന വിസരിത പ്രതിപതനം അറിയപ്പെടുന്ന പേര് വിസരണം എന്നാണ്. പ്രതിബിംബം രൂപപ്പെടാതെ പ്രതിപതനം അറിയപ്പെടുന്നത് വിസരിത പ്രതിപതനം എന്നാണ്. അടുത്തതായിട്ട് വിസരണത്തെക്കുറിച്ച് നോക്കാം. സ്കാറ്ററിംഗ്. ഏറ്റവും കൂടുതൽ വിസരണത്തിന് വിധേയമാകുന്ന നിറമാണ് വയലറ്റ്. ഏറ്റവും കുറവ് വിസരണത്തിന് വിധേയമാകുന്ന നിറം ചുവപ്പുമാണ്. ചുവപ്പ് നിറത്തിന് തരംഗ ദൈർഘ്യം കൂടുതൽ ആയതിനാൽ വിസരണം കുറവായിരിക്കും. സൂര്യനിൽ നിന്നുള്ള പ്രകാശം അന്തരീക്ഷത്തിലൂടെ കൂടുതൽ സഞ്ചരിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന നിറം ചുവപ്പാണ്. സൂര്യപ്രകാശത്തിലെ ഘടകവർണ്ണങ്ങളിൽ തരംഗ ദൈർഘ്യം കുറഞ്ഞ വർണ്ണങ്ങളാണ് വയലറ്റും കടും നീലയും നീലയും. ഏറ്റവും കൂടുതൽ വിസരണം സംഭവിക്കുന്ന വർണ്ണങ്ങൾ വയലറ്റും കടും നീലയും നീലയുമാണ്. പ്രകാശം അന്തരീക്ഷവായുവിലെ പൊടിപടലങ്ങളിൽ തട്ടിയുണ്ടാകുന്ന ക്രമരഹിതവും ഭാഗികവുമായിട്ടുള്ള പ്രതിപതനം അറിയപ്പെടുന്ന വിസരണം എന്നാണ്. വിസരണം എന്ന പ്രതിഭാസത്തിന് ഉദാഹരണങ്ങൾ നോക്കിയാൽ, ഉദയാസ്തമയ സമയങ്ങളിൽ സൂര്യനും ചക്രവാളവും ചുവപ്പ് നിറത്തിൽ കാണുന്നു. സമുദ്രജലം നീല നിറമുള്ളതായിട്ട് തോന്നിക്കുന്നു. ആകാശം നീല നിറത്തിൽ കാണപ്പെടുന്നതും അതേപോലെ ആകാശത്തിൻ്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ ലോർഡ് റെയ്ലി ആണ്. കടലിൻ്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ CV രാമൻ. പ്രകാശം അന്തരീക്ഷത്തിലൂടെ കൂടുതൽ ദൂരം സഞ്ചരിക്കുമ്പോൾ തരംഗ ദൈർഘ്യം കുറഞ്ഞ വർണ്ണങ്ങൾ നഷ്ടപ്പെടുന്നതിന് കാരണമായിട്ടുള്ള പ്രതിഭാസമാണ് വിസരണം. കണങ്ങളുടെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് വിസരണവും കൂടുന്നു. കണങ്ങളുടെ വലിപ്പം പ്രകാശത്തിൻ്റെ തരംഗ ദൈർഘ്യത്തേക്കാൾ കൂടുതലാകുമ്പോൾ എല്ലാ വർണ്ണങ്ങളും വിസരണം ഒരുപോലെ ആയിരിക്കും. അന്തരീക്ഷവായുവിൻ്റെ അഭാവത്തിൽ ആകാശത്തിൻ്റെ നിറം കറുപ്പായിരിക്കും. ചന്ദ്രനിലെ ആകാശത്തിൻ്റെ നിറം കറുപ്പാണല്ലോ. ചന്ദ്രനിൽ ആകാശത്തിൻ്റെ കറുപ്പ് നിറത്തിന് കാരണം ചന്ദ്രനിൽ അന്തരീക്ഷമില്ലാത്തതിനാൽ പ്രകാശത്തിൻ്റെ വിസരണം സാധ്യമാകുന്നില്ല. രാമൻ പ്രഭാവം ബന്ധപ്പെട്ടിരിക്കുന്ന പ്രതിഭാസം വിസരണം. രാമൻ പ്രഭാവം കണ്ടെത്തിയത് CV രാമൻ. രാമൻ പ്രഭാവത്തിൻ്റെ കണ്ടെത്തലിൽ CV രാമനെ സഹായിച്ച ഇന്ത്യക്കാരൻ KS കൃഷ്ണൻ. ഭൗതികശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ഏഷ്യക്കാരനാണ് CV രാമൻ. ഇനി രാമൻ പ്രഭാവം എന്താണെന്ന് നോക്കിയാൽ, ചില ദ്രാവകങ്ങളിലും ഖരപദാർത്ഥങ്ങളിലും വൈദ്യുത കാന്തിക വികിരണങ്ങൾക്ക് പ്രകീർണനം സംഭവിക്കുമ്പോൾ വികിരണത്തിൻ്റെ ആവൃത്തി വ്യത്യസ്തപ്പെടുന്ന പ്രതിഭാസത്തെയാണ് രാമൻ എഫക്റ്റ് എന്ന് പറയുന്നത്. രാമൻ പ്രഭാവം കണ്ടെത്തിയ വർഷം 1928 ഫെബ്രുവരി 28. രാമൻ പ്രഭാവം കണ്ടെത്തിയതിൻ്റെ സ്മരണാർത്ഥം
എല്ലാ വർഷവും ഫെബ്രുവരി 28 ആചരിക്കുന്നത് ദേശീയ ശാസ്ത്ര ദിനം ആയിട്ടാണ്. CV രാമന് ഭാരത് രത്നം ലഭിച്ച വർഷം 1954. അടുത്തതായിട്ട് പൂർണ്ണാന്തരിക പ്രതിഫലനം, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. പ്രകാശരശ്മി പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അപവർത്തന കോൺ 90 ഡിഗ്രി ആവുന്ന സന്ദർഭത്തിലെ പതന കോൺ ആണ് ക്രിട്ടിക്കൽ കോൺ എന്ന് പറയുന്നത്. പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ പതന കോണിൽ പ്രകാശരശ്മി പ്രവേശിക്കുമ്പോൾ ആ രശ്മി അപവർത്തനത്തിന് വിധേയമാകാതെ അതേ മാധ്യമത്തിലേക്ക് പ്രതിപതിക്കുന്ന പ്രതിഭാസത്തെയാണ് പൂർണ്ണാന്തരിക പ്രതിപതനം അഥവാ പൂർണ്ണാന്തരിക പ്രതിഫലനം എന്ന് പറയുന്നത്. പതന കോൺ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതലായിരിക്കുമ്പോഴാണ് പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കുന്നത്. ജലത്തിലെ ക്രിട്ടിക്കൽ കോണളവ് 48.6 ഡിഗ്രിയാണ്. ഗ്ലാസിൻ്റെ ക്രിട്ടിക്കൽ കോണളവ് 42 ഡിഗ്രിയും ജലത്തിന് നിന്നും 45 ഡിഗ്രി കോണളവിൽ വായുവിലേക്ക് പതിക്കുന്ന പ്രകാശത്തിന് പൂർണ്ണാന്തരിക പ്രതിപതനം സംഭവിക്കാത്തതിന് കാരണം 45 ഡിഗ്രി എന്നത് ജലത്തിൻ്റെ ക്രിട്ടിക്കൽ കോണളവിനേക്കാൾ കുറവാണ്. അതുകൊണ്ടാണ്. പൂർണ്ണാന്തരിക പ്രതിഫലനത്തിന് ഉദാഹരണം നോക്കിയാൽ മരുഭൂമികളിൽ മരീചിക ഉണ്ടാകുന്നതും വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണം ഒപ്റ്റിക്കൽ ഫൈബറുകൾ വഴി അതിവേഗ വിവരവിനിമയത്തിനും കാരണം എല്ലാം ഇതാണ്. അതേപോലെ ശരീരത്തിലെ ആന്തരഭാഗങ്ങൾ കാണാനായിട്ട് വൈദ്യശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന എൻഡോസ്കോപ്പിയിൽ പ്രവർത്തികമാക്കുന്നതും പൂർണ്ണാന്തരിക പ്രതിപതനം ആണ്. അക്വേറിയത്തിൻ്റെ അടിത്തട്ട് ജലോപരിതലത്തിൽ പ്രതിപതിക്കാൻ കാരണം നിത്യജീവിതത്തിൽ പൂർണ്ണാന്തര പ്രതിപതനത്തിൻ്റെ പ്രായോഗിക ഉപയോഗങ്ങൾ നോക്കിയാൽ ക്യാമറയോട് അനുബന്ധിച്ചിട്ടുള്ള ടച്ച് സ്ക്രീനുകൾ, വാർത്താവിനിമയ രംഗത്തെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ, ഓട്ടോമേറ്റീവ് റെയിൻ സെൻസറുകൾ, ചികിത്സാരംഗത്തെ എൻഡോസ്കോപ്പ്, മരീചികയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പദമാണ് ഫാറ്റ മെർഗാന. ഒപ്റ്റിക്കൽ ഫൈബർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഗ്ലാസ് നാരുകളാണ്. ഫൈബർ ഒപ്റ്റിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നരീന്ദർ സിംഗ് കബാനിയാണ്. സൂര്യപ്രകാശം ജലകണികകളിൽ കൂടി കടന്നു പോകുമ്പോൾ വിധേയമാകുന്ന പ്രതിഭാസങ്ങളാണ് അപവർത്തനം, പൂർണ്ണാന്തരിക പ്രതിഫലനം. മെഡിറ്ററേനിയൻ കടലിന് സമീപത്തുള്ള മെസ്സിന പട്ടണത്തിൽ നിന്നുള്ള പ്രകാശം രാത്രികാലത്ത് അന്തരീക്ഷത്തിൽ വെച്ച് പൂർണ്ണാന്തര പ്രതിപതനത്തിന് വിധേയമായിട്ട് അതിൻ്റെ പ്രതിച്ഛായ ആകാശത്ത് ഉയർന്നു കാണപ്പെടുന്ന പ്രതിഭാസം അറിയപ്പെടുന്നത് ഒപ്റ്റിക്കൽ ലൂമിംഗ് എന്നാണ്. അടുത്തതായിട്ട് അപവർത്തനം അഥവാ റിഫ്രാക്ഷനെ കുറിച്ച് നോക്കാം. സാന്ദ്രത വ്യത്യാസമുള്ള രണ്ട് മാധ്യമങ്ങൾക്കിടയിലൂടെ പ്രകാശരശ്മി സഞ്ചരിക്കുമ്പോൾ സഞ്ചാരപാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനം അറിയപ്പെടുന്നത് അപവർത്തനം എന്നാണ്. അപവർത്തനത്തിന് ഉദാഹരണം നോക്കിയാൽ ജലത്തിൽ താഴ്ത്തി വച്ചിരിക്കുന്ന ഒരു കമ്പ് വളഞ്ഞിരിക്കുന്നതായിട്ട് തോന്നുന്നത് സൂര്യോദയത്തിനും അല്പം മുൻപും സൂര്യാസ്തമയത്തിന് ശേഷവും സൂര്യപ്രകാശം കാണാൻ കഴിയുന്നത്, നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നത്, ജലം നിറച്ച ഗ്ലാസിൻ്റെ അടിയിൽ വെച്ചിരിക്കുന്ന നാണയം അല്പം ഉയർന്നു നിൽക്കുന്നതായിട്ട് തോന്നുന്നതും, സുതാര്യമായിട്ടുള്ള ഒരു ട്രിഫിൻ പെൻസിൽ ചരിച്ചു വെച്ചതിന് ശേഷം അതിലേക്ക് 1/4 ഭാഗം ജലം ഒഴിച്ചാൽ ജലത്തിനടിയിലുള്ള പെൻസിൽ വളഞ്ഞു കാണുന്നതൊക്കെ ഇതാണ്. അതേപോലെ നിറയെ വെള്ളമുള്ള ട്രഫിൻ്റെ അടിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നാണയത്തെ ഒരു വശത്തു നിന്നും എടുക്കാൻ ശ്രമിച്ചാൽ സാധിക്കാത്തതിന് കാരണം അച്ചടിച്ച വസ്തുക്കളിൽ കട്ടിയുള്ള ഗ്ലാസ് സ്ലാബ് വെച്ച് നോക്കുമ്പോൾ അക്ഷരങ്ങൾ ഉയർന്നതായിട്ട് കാണപ്പെടുന്നതെല്ലാം ഇതിൻ്റെ ഉദാഹരണങ്ങളാണ്. ഒരു മാധ്യമത്തിലേക്ക് ലംബമായിട്ട് പതിക്കുന്ന പ്രകാശത്തിൻ്റെ പാതയ്ക്ക് എന്ത് സംഭവിക്കുന്നു? വ്യതിയാനം സംഭവിക്കുന്നില്ല. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞ് പതിക്കുമ്പോൾ അപവർത്തന രശ്മിയെ പാത ലംബത്തിൽ നിന്നും അകലുന്നു. ഉദാഹരണം നോക്കിയാൽ ഗ്ലാസിൽ നിന്നും വായുവിലേക്കും, പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും കൂടിയ മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞ് പതിക്കുമ്പോൾ ആണെങ്കിൽ അപവർത്തന രശ്മി ലംബത്തോട് അടുക്കുന്നു. ഉദാഹരണം വായുവിൽ നിന്നും ഗ്ലാസ്സിലേക്കും. സുതാര്യമായിട്ടുള്ള ഒരു ട്രഫിൻ പെൻസിൽ ചരിച്ചു വെച്ചതിന് ശേഷം അതിലേക്ക് 1/4 ഭാഗം ജലമൊഴിച്ചാൽ ജലത്തിനടിയിലുള്ള പെൻസിൽ വളഞ്ഞു കാണുന്നതിന് കാരണം എന്താണ്? അപവർത്തനം.
പെൻസിലിൻ്റെ വായുവിലുള്ള ഭാഗത്തു നിന്നും പ്രതിപതിച്ചു വരുന്ന പ്രകാശരശ്മികൾ ദിശാവധിയാണ് സംഭവിക്കുന്നില്ല. ജലത്തിനുള്ളിലെ ഭാഗത്തു നിന്നും പ്രതിപതിച്ചു വരുന്ന പ്രകാശത്തിന് ദിശാവ്യതിയാനം സംഭവിച്ച ശേഷം കണ്ണിൽ പതിക്കുന്നതിനാൽ ഈ ഭാഗം യഥാർത്ഥ സ്ഥാനത്ത് നിന്നും അല്പം മാറിയതായിട്ട് തോന്നുന്നു. പ്രിസത്തിൽ ചരിച്ചു പ്രവേശിക്കുന്ന അവസരത്തിലും പ്രിസത്തിൽ നിന്നും പുറത്തേക്ക് കടക്കുമ്പോഴും പ്രകാശത്തിന് സംഭവിക്കുന്ന പ്രതിഭാസമാണ് അപവർത്തനം. താപനിലയിലുള്ള വ്യതിയാനം മൂലമാണ് അന്തരീക്ഷത്തിലെ പല അടുക്കുകളുടെയും സാന്ദ്രതയിൽ വ്യതിയാനമുണ്ടാകുന്നത്. അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ, അന്തരീക്ഷ അപവർത്തനത്തെക്കുറിച്ച് നോക്കാം. പ്രകാശ സാന്ദ്രത വ്യതിയാനമുള്ള മാധ്യമങ്ങളിലൂടെ പ്രകാശം സഞ്ചരിക്കുന്നത് കൊണ്ട് പ്രകാശത്തിന് തുടർച്ചയായിട്ട് അപവർത്തനം സംഭവിക്കുന്നതിനാൽ പ്രകാശ സ്രോതസ് മിന്നുന്നതായിട്ട് തോന്നുന്നതാണ് അന്തരീക്ഷ അപവർത്തനം. അന്തരീക്ഷ അപവർത്തനത്തിന് ഉദാഹരണം നോക്കിയാൽ നക്ഷത്രങ്ങൾ വളരെ അകലെ ആയതിനാൽ അതൊരു ബിന്ദു സ്രോതസ് പോലെ അനുഭവപ്പെടുന്നു. അകലെയുള്ളൊരു നക്ഷത്രത്തിൽ നിന്നും വരുന്ന പ്രകാശം അന്തരീക്ഷത്തിലെ വിവിധ പാളികളിലൂടെ കടന്നു വരുമ്പോൾ ഓരോ അന്തരീക്ഷ പാളിക്കും വ്യത്യസ്ത അപവർത്തനമാങ്കമായതുകൊണ്ട് അതിന് തുടർച്ച ആയിട്ടുള്ള അപവർത്തനം സംഭവിക്കുന്നു. നക്ഷത്രത്തിൽ നിന്നും വരുന്ന പ്രകാശരശ്മി അപവർത്തനം കഴിഞ്ഞ് കണ്ണിലെത്തുമ്പോൾ മറ്റ് പല ബിന്ദുക്കളിൽ നിന്നും വരുന്നത് പോലെ തോന്നുന്നു. നക്ഷത്രത്തിൻ്റെ മിന്നിത്തിളക്കത്തിന് ഇത് കാരണമാകുന്നു. അടുത്തതായിട്ട് അപവർത്തനാങ്കം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. പ്രകാശത്തിൻ്റെ ശൂന്യതയിലെ വേഗവും മാധ്യമത്തിലെ വേഗതയും തമ്മിലുള്ള അനുപാതം സൂചിപ്പിക്കുന്ന സ്ഥിരസംഖ്യ അറിയപ്പെടുന്നത് അപവർത്തനാങ്കം എന്നാണ്. അപവർത്തനാങ്കം തുല്യമായിട്ടുള്ള മാധ്യമങ്ങളിൽ പ്രകാശപാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നില്ല. പ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യം കുറയുമ്പോൾ അപവർത്തനാങ്കം കൂടുന്നു. മാധ്യമത്തിൻ്റെ പ്രകാശ സാന്ദ്രത വ്യത്യാസപ്പെടുത്തുന്നതിനനുസരിച്ച് അപവർത്തനാങ്കം വ്യത്യാസപ്പെടുന്നു. കടന്നു പോകുന്ന പ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യം കൂടുമ്പോഴാണ് അപവർത്തനാങ്കം കുറയുന്നത്. ഒരു പദാർത്ഥത്തിൻ്റെ അപവർത്തനാങ്കം എല്ലായ്പ്പോഴും സ്ഥിരമായിരിക്കില്ല. അപവർത്തനാങ്കം ശൂന്യതയിലെ അല്ലെങ്കിൽ പ്രകാശവേഗത c അല്ലെങ്കിൽ ഡിവൈഡ് ബൈ മാധ്യമത്തിലെ പ്രകാശവേഗത v ആണ്. n=c/v. ഏറ്റവും കുറഞ്ഞ അപവർത്തനാങ്കം ഉള്ള മാധ്യമം വായുവാണ്. 1.0003 ആണ് വില. ജലത്തിൻ്റെ അപവർത്തനാങ്കം 1.33, ഐസിൻ്റെ അപവർത്തനാങ്കം 1.31, ഗ്ലാസിൻ്റെ അപവർത്തനാങ്കം 1.52, ഫ്ലിൻറ്റ് ഗ്ലാസിൻ്റെ അപവർത്തനാങ്കം 1.62, വജ്രത്തിൻ്റെ അപവർത്തനാങ്കം 2.42, ആൽക്കഹോളിൻ്റെ അപവർത്തനാങ്കം 1.36, മണ്ണെണ്ണയുടെ അപവർത്തനാങ്കം 1.44 ആണ്. ശൂന്യതയെ അപേക്ഷിച്ച് ഒരു മാധ്യമത്തിൻ്റെ അപവർത്തനാങ്കത്തെ പറയുന്നത് കേവല അപവർത്തനാങ്കം അഥവാ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നാണ്. സാധാരണയായിട്ട് അപവർത്തനാങ്കം അറിയപ്പെടുന്ന പേര് കേവല അപവർത്തനാങ്കം എന്നാണ്. ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തെ അപേക്ഷിച്ചിട്ടുള്ള അപവർത്തനാങ്കം അറിയപ്പെടുന്ന പേര് ആപേക്ഷിക അപവർത്തനാങ്കം അഥവാ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നാണ്. അടുത്തതായിട്ട് സ്നെൽസ് നിയമത്തെക്കുറിച്ച് നോക്കാം. പതനകോണിൻ്റെയും അപവർത്തന കോണിൻ്റെയും സൈൻ വിലകൾ തമ്മിലുള്ള അനുപാതിക വില sin I/sin r ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും എന്ന് പ്രതിപാദിക്കുന്ന നിയമമാണ് സ്നെൽസ് നിയമം. പതനകോൺ, അപവർത്തന കോൺ, വിഭജന തലത്തിലെ പതന ബിന്ദുവിൽ നിന്നും വരച്ച ലംബം എന്നിവ ഒരേ തലത്തിൽ ആയിരിക്കും സ്ഥിതി ചെയ്യുന്നത്. സ്ഥിരസംഖ്യ അറിയപ്പെടുന്നത് അപവർത്തനാങ്കം എന്നാണ്. അടുത്തതായിട്ട് പ്രകീർണനം അഥവാ ഡിസ്പെർഷൻ. സമന്വിത പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായിട്ട് പിരിയുന്ന പ്രതിഭാസം അറിയപ്പെടുന്നത് പ്രകീർണനം എന്നാണ്. പ്രകീർണനത്തിന് കാരണം ഘടകവർണ്ണങ്ങളുടെ തരംഗദൈർഘ്യത്തിലുള്ള വ്യത്യാസം. ഒന്നിൽ കൂടുതൽ വർണ്ണങ്ങൾ സംയോജിച്ചുണ്ടാകുന്ന പ്രകാശമാണ് സമന്വിത പ്രകാശം, കോമ്പോസിറ്റ് ലൈറ്റ്. പ്രകീർണനത്തിന് ഉദാഹരണം സൂര്യപ്രകാശം 7 ഘടകവർണ്ണങ്ങളായിട്ട് മാറുന്നതാണ്. സമന്വിത പ്രകാശത്തെ അതിൻ്റെ ഘടകവർണ്ണങ്ങളാക്കി മാറ്റുന്ന ഉപകരണമാണ് പ്രിസം. പ്രകീർണന ഫലമായിട്ടുണ്ടാകുന്ന വർണ്ണങ്ങളുടെ ക്രമമായിട്ടുള്ള വിതരണം അറിയപ്പെടുന്നത് വർണ്ണരാജി അഥവാ വിസിബിൾ സ്പെക്ട്രം എന്നാണ്. പ്രകീർണനത്തിന് കാരണമായിട്ടുള്ള പ്രതിഭാസമാണ് അപവർത്തനം. പ്രിസത്തിൽ ചരിഞ്ഞ് പ്രവേശിക്കുന്ന അവസരത്തിലും പ്രിസത്തിൽ നിന്നും പുറത്തേക്ക് കടക്കുമ്പോഴും പ്രകാശത്തിന് സംഭവിക്കുന്നത് അപവർത്തനമാണ്. പ്രിസത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ
തരംഗദൈർഘ്യം കൂടി വരുന്നതിനനുസരിച്ച് വർണ്ണങ്ങൾക്കുള്ള വ്യതിയാനം കുറഞ്ഞു വരുന്നു. പ്രിസത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ തരംഗദൈർഘ്യം കുറയുന്നതിനനുസരിച്ച് വർണ്ണങ്ങൾക്കിടയിലുള്ള വ്യതിയാനം കൂടി വരുന്നു. അടുത്തതായിട്ട് ടിൻഡിൽ എഫക്റ്റിനെ കുറിച്ച് നോക്കാം. ഒരു കൊളോയിഡൽ ദ്രവത്തിലൂടെയോ സസ്പെൻഷനിലൂടെയോ പ്രകാശകിരണങ്ങൾ കടന്നു പോകുമ്പോൾ അവയ്ക്ക് സംഭവിക്കുന്ന വിസരണം മൂലം വളരെ ചെറിയ കണികകൾ പ്രകാശിതമാകുന്നതിനാൽ പ്രകാശത്തിൻ്റെ സഞ്ചാരപാത ദൃശ്യമാകുന്ന പ്രതിഭാസത്തെ അറിയപ്പെടുന്നത് ടിൻഡൽ എഫക്റ്റ് എന്നാണ്. ടിൻഡൽ ഇഫക്റ്റിന് ഉദാഹരണം വാൽ നക്ഷത്രത്തിൻ്റെ വാൽ ദൃശ്യമാകുന്നതും ആണ്. വിസരണത്തിൻ്റെ തീവ്രത ആശ്രയിച്ചിരിക്കുന്നത് കൊളോയിഡിലെ കണികകളുടെ വലിപ്പത്തെയാണ്. കൊളോയിഡിലെ കണികകളുടെ വലിപ്പം കൂടുമ്പോൾ വിസരണ തീവ്രത കൂടുന്നു. കൊളോയിഡിലെ കണികകളുടെ പ്രകാശത്തെ വിസരണം ചെയ്യുന്നത് ടിൻഡൽ എഫക്റ്റാണ്. വിഭങ്കനം അഥവാ ഡിഫ്രാക്ഷൻ. സൂക്ഷ്മങ്ങളായിട്ടുള്ള അതാര്യ വസ്തുക്കളെ ചുറ്റി പ്രകാശം വളയുകയോ വ്യാപിക്കുകയോ ചെയ്യുന്ന പ്രതിഭാസം അറിയപ്പെടുന്നത് ഡിഫ്രാക്ഷൻ എന്നാണ്. ഡിഫ്രാക്ഷന് ഉദാഹരണങ്ങളാണ് നിഴലുകൾ ക്രമരഹിതമായിട്ട് കാണുന്നത്, സൂര്യന് ചുറ്റുമുള്ള വലയത്തിന് കാരണം, CD-യിൽ കാണുന്ന മഴവിൽ നിറങ്ങളുടെ കാരണമെല്ലാം ഇതാണ്. പ്രകാശിക ഉപകരണങ്ങളായിട്ടുള്ള സൂക്ഷ്മദർശിനി, ദൂരദർശിനി, നേത്രം തുടങ്ങിയവയുടെ വിശ്ലേഷണമായിട്ടുള്ള ശേഷിക്ക് പരിധി ഉണ്ടാക്കുന്നതും ഇതാണ്. അടുത്തതായിട്ട് വ്യതികരണം, ഇൻ്റർഫെറൻസ് എന്താണെന്ന് കൂടി നോക്കാം. ഒരേ സ്ഥലത്തെത്തുന്ന ഒന്നിലേറെ പ്രകാശ തരംഗങ്ങൾ കൂടിച്ചേർന്നുണ്ടാകുന്ന പ്രതിഭാസം അറിയപ്പെടുന്നത് വ്യതികരണം എന്നാണ്. ഉദാഹരണം സോപ്പ് കുമിളയിൽ കാണുന്ന മനോഹര വർണ്ണങ്ങൾ, വെള്ളത്തിലൂടെ എണ്ണപ്പാളയിൽ കാണുന്ന മനോഹര വർണ്ണങ്ങൾ, ഹോളോഗ്രഫിയിൽ സാങ്കേതികവിദ്യയിൽ ഉപയോഗപ്പെടുത്തുന്ന പ്രകാശ പ്രതിഭാസം. വസ്തുക്കളുടെ ത്രിമാന ചിത്രങ്ങൾ എടുക്കുന്ന സാങ്കേതികവിദ്യ അറിയപ്പെടുന്നത് ഹോളോഗ്രഫി എന്നാണ്. ഹോളോഗ്രഫിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡെന്നിസ് ഗാബോർ ആണ്. മയിൽപീലിയിൽ കാണുന്ന വ്യത്യസ്ത വർണ്ണങ്ങൾ ഉണ്ടാക്കുന്ന സൂക്ഷ്മ കണികകൾ അറിയപ്പെടുന്നത് ബാർബ്യൂൾസ് എന്നാണ്. അടുത്തതായിട്ട് പോളറൈസേഷൻ. പ്രകാശത്തിൻ്റെ പോളറൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട നിയമമാണ് ബ്രൂസ്റ്റേഴ്സ് നിയമം. ഒരു നിശ്ചിത ദിശയിലേക്ക് അനുപ്രസ്ഥ തരംഗങ്ങളുടെ കമ്പനങ്ങളെ നിലനിർത്തുന്ന പ്രതിഭാസം അറിയപ്പെടുന്നത് പോളറൈസേഷൻ എന്നാണ്. സ്വാഭാവിക പോളറൈസിംഗ് പദാർത്ഥത്തിന് ഉദാഹരണമാണ് ടൂർമാലിൻ. പോളറോയിഡിന് ഉദാഹരണം നിക്കോൾ പ്രിസം. പോളറോയിഡിൻ്റെ ഉപയോഗങ്ങൾ നോക്കിയാൽ സൺഗ്ലാസിന് ഉപയോഗിക്കുന്നു, ത്രിമാന ചിത്രങ്ങളിൽ ഉപയോഗിക്കുന്നു, ഓയിൽ പെയിൻറ്റിങ്ങിൽ ഉപയോഗിക്കുന്നു, വിമാനങ്ങളിലെയും കാറുകളിലെയും ജനലുകളിൽ ഉപയോഗിക്കുന്നു. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു. പ്രകാശ പ്രതിഭാസങ്ങൾ എന്ന ഈ ഒരു ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനി വേണ്ടുന്ന ടോപ്പിക്സുമൊക്കെ എന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്തി അറിയിക്കാനും മറക്കല്ലേ. ഇതുപോലുള്ള കൂടുതൽ ഇൻട്രസ്റ്റിംഗ് PSC റിലേറ്റഡ് ടോപ്പിക് വീഡിയോസിനും മറ്റ് PSC റിലേറ്റഡ് എക്സാം വീഡിയോസിനും ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. കൂടുതൽ വീഡിയോസ് ഉടൻ വരുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.